ചാംസിന്റെ ചേഞ്ച് മേക്കിംഗ് പരമ്പരയിലേക്ക് സ്വാഗതം. പരസ്പര താൽപര്യമുള്ള വിവിധ വിഷയങ്ങളിൽ ഇടയിൽ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഈ ദൗത്യത്തിന്റെ ഭാഗമായി ടിങ്കറിംഗ്, പ്രശ്നപരിഹാരം, നവീകരണം, സംരംഭകത്വം, ചേഞ്ച് മേക്കിംഗ്, മറ്റു വിഷയങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള നിരവധി മൈക്രോ ലേണിംഗ് മൊഡ്യൂളുകൾ ടിങ്കർ ചാംസ് പുറത്തിറക്കുന്നു. ഈ 10 ഭാഗങ്ങളുള്ള വീഡിയോ പരമ്പരയിൽ ചേഞ്ച് മേക്കിംഗിന്റെ അവശ്യകാര്യങ്ങളും നിങ്ങൾക്ക് എങ്ങനെ ഒരു ചേഞ്ച് മേക്കർ ആകാമെന്നും മനസ്സിലാക്കാൻ ടിങ്കർ ചാംസ് നിങ്ങളെ സഹായിക്കും. ഓരോ വീഡിയോയും ഏകദേശം 5 മുതൽ 10 മിനിറ്റ് വരെ ദൈർഘ്യമുള്ളതാണ്. കൂടാതെ നിങ്ങൾക്ക് ശ്രമിക്കാവുന്ന ഒരു ചേഞ്ച് മേക്കിംഗ് ആക്ടിവിറ്റിയും ഉൾപ്പെടുന്നു. കൂടുതൽ ആലോചനകളില്ലാതെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയും വളർന്നുവരുന്ന ചേഞ്ച് മേക്കറുമായ ടിങ്കർ ചാമ്പ് ഖുഷ്ബു ജെയിനിന്റെ എപ്പിസോഡ് 9 നിന്ന് നമുക്ക് ആരംഭിക്കാം. എല്ലാവർക്കും നമസ്കാരം. ടിങ്കർ ചാംസിന്റെ ചേഞ്ച് മേക്കിംഗ് സീരീസിന്റെ 9ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറും സ്കൂൾ പ്രോജക്റ്റുകളെ പറ്റിയല്ല, പകരം ഈ ലോകത്തെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ആശയങ്ങളെക്കുറിച്ചാണ്. ഈ കഴിവ്, അതായത് മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഈ കഴിവ് എങ്ങനെ നിങ്ങളുടെ ഒരു സൂപ്പർ പവറാക്കി മാറ്റാമെന്നതിനെക്കുറിച്ചാണ്. അപ്പൊ റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. ശരി, അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. എന്റെ ആദ്യത്തെ ചോദ്യം അത് നിങ്ങളോടാണ്. നിങ്ങളൊരു ചേഞ്ച് മേക്കർ ആണോ? അതായത് സമൂഹത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം എന്ന് ശരിക്കും ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ ഉത്തരം അതെ എന്നോ അല്ല എന്നോ ആകട്ടെ. എന്തായാലും ഈ ഒരു എപ്പിസോഡ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് തീർച്ചയായും ഒരു പുതിയ കാഴ്ചപ്പാട് കിട്ടിയിരിക്കും. ചേഞ്ച് മേക്കർ, ഈ വാക്ക് നമ്മൾ എല്ലായിടത്തും കേൾക്കാറുണ്ട് അല്ലേ? സ്കൂളിലെ മത്സരങ്ങളില്, സോഷ്യൽ മീഡിയ പോസ്റ്റുകളില്, എല്ലായിടത്തും. പക്ഷെ ഞാനൊരു സത്യം പറയട്ടെ, ഒരു പോസ്റ്റർ ഉണ്ടാക്കിയതുകൊണ്ടോ, ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയതുകൊണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മത്സരത്തിൽ ജയിച്ചതുകൊണ്ടോ മാത്രം ഒരാളും ഒരു യഥാർത്ഥ ചേഞ്ച് മേക്കർ ആവുന്നില്ല. യഥാർത്ഥ മാറ്റം എന്ന് പറയുന്നത് അത് ഇതിനേക്കാളൊക്കെ ഒരുപാട് വലുതാണ്. അപ്പോ എങ്ങനെയാണ് ഒരു യഥാർത്ഥ ചേഞ്ച് മേക്കർ ആവുക? അതിലേക്കുള്ള ഒരു വഴിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ യഥാർത്ഥ ഇമ്പാക്റ്റ് എന്താണെന്ന് സംസാരിക്കും. പിന്നെ അതിന് വേണ്ട ടൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കും. നമ്മുടെ വിജയം എങ്ങനെ അളക്കാം, അത് നിങ്ങളുടെ ഭാവിയെ എങ്ങനെ മാറ്റും എന്നൊക്കെ നമ്മൾ കാണും. ഏറ്റവും അവസാനം നിങ്ങൾക്കായി ഒരു കിടിലൻ ചാലഞ്ചുമുണ്ട്. അപ്പോ തുടങ്ങാം അല്ലേ? നമ്മുടെ ആദ്യത്തെ സെഷൻ മത്സരങ്ങൾക്കപ്പുറമുള്ള യഥാർത്ഥ സ്വാധീനം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു സ്കൂൾ പ്രൊജക്ട് ചെയ്യുന്നത് ഒരു പരീക്ഷ എഴുതുന്നത് പോലെയാ. അത് കഴിഞ്ഞു. പക്ഷേ ഒരു ചേഞ്ച് മേക്കർ ആവുക എന്ന് പറഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ കൂടെയുണ്ടാവുന്ന ഒരു സൂപ്പർ പവർ കിട്ടുന്നത് പോലെയാണ്. അപ്പോ എന്തൊക്കെയാണ് ആ കഴിവുകൾ? നമുക്ക് നോക്കാം. നിങ്ങളൊരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ വെറുമൊരു പ്രോജക്റ്റ് ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ ലീഡർഷിപ്പ് പഠിക്കുകയാണ്. മറ്റൊരാളുടെ വിഷമം കേട്ട് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ എമ്പതി എന്താണെന്ന് പഠിക്കുകയാണ്. പരാജയപ്പെടുമ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വീണ്ടും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾ റെസിലിയൻസ് നേടുകയാണ്. ഈ കഴിവുകൾ, നേതൃത്വം, അനുഭാവം, സർഗാത്മകത, ഇതൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളും കമ്പനികളും ഇന്ന് വിദ്യാർത്ഥികളിൽ തിരയുന്നത്. അപ്പോ ആരാണ് ഒരു യഥാർത്ഥ ചേഞ്ച് മേക്കർ? ഇതിന്റെ നിർവചനം വളരെ സിമ്പിളാണ്, പക്ഷേ വളരെ പവർഫുള്ളുമാണ്. നിങ്ങളുടെ ജോലി ഒരു പ്രോട്ടോടൈപ്പ് തയ്യാറാക്കുമ്പോൾ തീരുന്നില്ല, ഒരിക്കലുമില്ല. നിങ്ങളുടെ ജോലി തീരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു കാര്യം കൊണ്ട് ഏതെങ്കിലും ഒരാളുടെ ജീവിതം കുറച്ചെങ്കിലും മെച്ചപ്പെടുമ്പോഴാണ്. അപ്പോഴാണ് നിങ്ങളൊരു യഥാർത്ഥ ചേഞ്ച് മേക്കർ ആകുന്നത്. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. നിങ്ങളുടെ ഇന്നോവേറ്റേഴ്സ് ടൂൾ കിറ്റ്. അപ്പോ നല്ല ആശയങ്ങൾ മാത്രം മനസ്സിലുണ്ടായിട്ട് കാര്യമില്ല അല്ലേ? ഇനി നമുക്ക് ആക്ഷനിലേക്ക് കടക്കണം. ഒരു കിടിലൻ ഐഡിയ എങ്ങനെ കണ്ടെത്താം, അതിനെ എങ്ങനെ ഒരു റിയാലിറ്റിയാക്കി മാറ്റാമെന്നതിനുള്ള ചില ടൂൾസ് പരിചയപ്പെടാം. ഡിസൈൻ തിങ്കിങ് കേട്ടിട്ടുണ്ടോ? ഇതൊരു മാന്ത്രിക വടി പോലെയാണ്. ഏത് വലിയ പ്രശ്നത്തെയും പരിഹരിക്കാൻ സഹായിക്കുന്ന 5 സ്റ്റെപ്പുകളുള്ള ഒരു പ്രോസസ്സ്. ഇതൊരു ഡിറ്റക്റ്റീവ് പണിയാണെന്ന് വിചാരിച്ചോ? ആദ്യം നിങ്ങൾ പ്രശ്നമുള്ള ആളുകളുടെ കൂടെ നിന്ന് അവരെ മനസ്സിലാക്കുന്നു, അതായത് എംപത്തൈസ് ചെയ്യുന്നു. രണ്ടാമത് യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് കൃത്യമായി നിർവചിക്കുന്നു. മൂന്നാമത് ഒരുപാട് സൊല്യൂഷനുകൾ ബ്രെയിൻ സ്റ്റോം ചെയ്യുന്നു. നാലാമത് അതിലേറ്റവും മികച്ച ഒരെണ്ണത്തിന്റെ ചെറിയൊരു മോഡൽ, അതായത് ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്നു. അവസാനം അത് ആളുകളെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിച്ച് അവരുടെ അഭിപ്രായം കേട്ട് വീണ്ടും മെച്ചപ്പെടുത്തുന്നു. സിമ്പിൾ. നമ്മുടെ ആശയങ്ങൾ ഒരു കാറിന്റെ എഞ്ചിനാണെങ്കിൽ ടെക്നോളജി എന്ന് പറയുന്നത് അതിന്റെ ടർബോ ബൂസ്റ്റ് ആണ്. ശരിയല്ലേ? ടെക്നോളജി ഉപയോഗിച്ച് നമ്മുടെ ഒരു ചെറിയ ആശയത്തെ പോലും വളരെ വേഗത്തിൽ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. അതിലെ ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ?
ഇതിനൊന്നും നിങ്ങളൊരു കോഡിംഗ് എക്സ്പേർട്ട് ആവേണ്ട കാര്യമില്ല. ഇന്ന് ഒരു കോഡ് പോലും എഴുതാതെ ആപ്പുകൾ ഉണ്ടാക്കാൻ ഗ്ലൈഡ്, ബബിൾ പോലുള്ള ടൂൾസ് ഉണ്ട്. അടിപൊളി ഡിസൈനുകൾ ഉണ്ടാക്കാൻ ക്യാൻവേ ഉണ്ട്. സ്വന്തമായി ഒരു പോഡ്കാസ്റ്റ് തുടങ്ങണോ? ആങ്കർ ഉണ്ട്. ടെക്നോളജി ഇന്ന് ശരിക്കും എല്ലാവരുടെയും കൈകളിലാണ്. നിങ്ങൾ അത് ഉപയോഗിക്കാൻ തയ്യാറായാൽ മതി. ഗീതാഞ്ജലി റാവുവിന്റെ കഥയൊന്ന് കേട്ടുനോക്കൂ. തന്റെ 15ാമത്തെ വയസ്സിൽ കുടിവെള്ളത്തിലെ ലെഡിന്റെ അംശം കണ്ടെത്താനുള്ളൊരു ഉപകരണം അവർ കണ്ടുപിടിച്ചു. അതിന്റെ ഫലമായി ടൈം മാഗസിന്റെ ആദ്യത്തെ കിഡ് ഓഫ് ദി ഇയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, ടെക്നോളജി ഉപയോഗിച്ച് ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ എത്ര വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ സാധിക്കുന്നത്. വേറൊരു ഉദാഹരണം പറയാം. നിങ്ങളെപ്പോലെയുള്ള ഒരു വിദ്യാർത്ഥി കോഡിംഗ് ഒന്നും അറിയാതെ തന്നെ ഒരു മാത്സ് ചാറ്റ്ബോട്ട് ഉണ്ടാക്കി. എന്തിനാണെന്നോ? കൂട്ടുകാരെ കണക്ക് പഠിക്കാൻ സഹായിക്കാൻ. ആ ഒരൊറ്റ ചാറ്റ്ബോട്ട് 500-ലധികം കുട്ടികൾക്കാണ് സഹായമായത്. കണ്ടില്ലേ, ലളിതമായ ടെക്നോളജിക്ക് പോലും വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ 3ാമത്തെ സെക്ഷനിലേക്ക് കടക്കാം. നിങ്ങൾ ഉണ്ടാക്കിയ മാറ്റം തെളിയിക്കുക. ഒരു നല്ല ഐഡിയ ഉണ്ടായാൽ മാത്രം പോരല്ലോ അല്ലേ, അത് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. നിങ്ങളുടെ പ്രോജക്റ്റിന് പിന്തുണ കിട്ടാനും ആളുകളെ കൂടെ നിർത്താനും അതിന് റിസൾട്ട് ഉണ്ടെന്ന് തെളിയിക്കണം. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നിങ്ങളുടെ ചെറിയൊരു പ്രോജക്റ്റിനെ പോലും വലിയൊരു ഗ്ലോബൽ ലക്ഷ്യവുമായി കണക്ട് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു വഴിയാണ് UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അഥവാ SDGകൾ. ലോകം നേരിടുന്ന 17 വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഒരു ഗ്ലോബൽ പ്ലാനാണിത്. അപ്പോൾ നിങ്ങളുടെ പ്രോജക്റ്റിന്റെ പോസ്റ്ററിൽ വെറുതെ SDGയുടെ ഒരു ലോഗോ വെച്ചാൽ പോരാ. പകരം നിങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണ് ആ ലക്ഷ്യത്തെ സഹായിക്കുന്നതെന്ന് കൃത്യമായ കണക്കുകൾ വെച്ച് പറയണം. ഉദാഹരണത്തിന്, നിങ്ങളൊരു വാട്ടർ ഫിൽട്ടർ ഉണ്ടാക്കിയെങ്കിൽ എത്ര ലിറ്റർ വെള്ളം ശുദ്ധീകരിച്ചു എന്ന് പറയണം. ഒരു പഠനത്തിനുള്ള ആപ്പാണെങ്കിൽ എത്ര കുട്ടികളുടെ മാർക്ക് കൂടി എന്ന് പറയണം. അതാണ് യഥാർത്ഥ ഇമ്പാക്റ്റ്. നിങ്ങളുടെ വിജയത്തിന് തെളിവുകൾ ഉണ്ടാക്കുക. അതിന് പല വഴികളുണ്ട്. നിങ്ങളുടെ പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പും ശേഷവുമുള്ള ഡേറ്റ കാണിക്കുക. നിങ്ങളുടെ പ്രോജക്റ്റ് ഉപയോഗിച്ച ആളുകളുടെ അഭിപ്രായങ്ങൾ, അതായത് ടെസ്റ്റിമോണിയൽസ്, ഒരു വീഡിയോ ആയിട്ടോ എഴുത്തായിട്ടോ ശേഖരിക്കുക. ഫോട്ടോകളും വീഡിയോകളും എടുത്തുവെക്കുക. ഇതൊക്കെയാണ് നിങ്ങളുടെ യഥാർത്ഥ ട്രോഫികൾ, അല്ലാതെ മത്സരത്തിൽ കിട്ടുന്ന കപ്പല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നിങ്ങൾ എന്താണ് ഉണ്ടാക്കിയത് എന്ന് പറയുന്നതും നിങ്ങൾ ഉണ്ടാക്കിയത് എന്ത് മാറ്റമാണ് കൊണ്ടുവന്നത് എന്ന് പറയുന്നതും തമ്മിൽ ആകാശവും ഭൂമിയും പോലത്തെ വ്യത്യാസമാണ്. ഞങ്ങൾ ഹാജർ ട്രാക്ക് ചെയ്യാൻ ഒരു ആപ്പ് ഉണ്ടാക്കി എന്ന് പറയുന്നത് വെറും ഒരു സ്റ്റേറ്റ്മെന്റാണ്. എന്നാൽ ഞങ്ങളുടെ ആപ്പ് 300 വിദ്യാർത്ഥികളുടെ ഹാജർ നില 20% വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതൊരു കഥയായി, അതൊരു ഇമ്പാക്റ്റായി. ഇതാണ് നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാക്കുന്നത്. ഇനി 4ാമത്തെ സെക്ഷൻ, നിങ്ങളുടെ ചേഞ്ച് മേക്കർ ഫ്യൂച്ചർ. ഓക്കെ, നിങ്ങളൊരു പ്രോജക്റ്റ് ചെയ്തു, അതിന്റെ ഇമ്പാക്റ്റ് തെളിയിച്ചു, അതോടെ തീർന്നോ? ഇല്ല, നിങ്ങൾ അവിടെ ഒരു പ്രോജക്റ്റ് പൂർത്തിയാക്കുകയല്ല, പകരം നിങ്ങളുടെ ഭാവിക്കുള്ള ഒരു അടിത്തറ ഇടുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ഹോബി മാത്രമല്ല, അതൊരു അടിപൊളി കരിയർ കൂടിയാണ്. നിങ്ങൾക്കൊരു സോഷ്യൽ ഓൺട്രപ്രണർ ആകാം, അല്ലെങ്കിൽ വലിയ കമ്പനികളെ സഹായിക്കുന്ന ഒരു സസ്റ്റൈനബിലിറ്റി കൺസൾട്ടന്റ് ആകാം, ഒരു NGOയുടെ തലപ്പത്തെത്താം, ഗവൺമെന്റിനെ പോലും ഉപദേശിക്കുന്ന ഒരു പോളിസി അഡ്വൈസർ ആകാം. സാധ്യതകൾ ഒരുപാടുണ്ട്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു മത്സരം കഴിയുമ്പോൾ നിങ്ങളുടെ പ്രോജക്റ്റിന് എന്ത് സംഭവിക്കും? അതവിടെ തീരുമോ? ഒരു സാധാരണ സ്കൂൾ പ്രോജക്റ്റിനെയും ഒരു യഥാർത്ഥ മൂവ്മെന്റിനെയും വേർതിരിക്കുന്നത് ഈ ഒരു ചോദ്യമാണ്. നിങ്ങളുടെ ആശയം എങ്ങനെ മത്സരശേഷവും മുന്നോട്ട് കൊണ്ടുപോകാം, അതിനെ എങ്ങനെ വളർത്താം, ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങണം. നമുക്ക് ഒരു നിമിഷം കണ്ണടച്ച് ഭാവനയിലൊന്ന് യാത്ര ചെയ്യാം. വർഷം 2030. നിങ്ങളുടെ നിരന്തരമായ പ്രവർത്തനം കൊണ്ട് ഇന്ന് ഈ ലോകത്ത് നിന്ന് ഏത് പ്രശ്നമാണ് ഇല്ലാതായത്? അല്ലെങ്കിൽ ഏത് പ്രശ്നത്തിനാണ് ഒരു വലിയ കുറവ് വന്നത്? വലുതായ സ്വപ്നം കാണാൻ ഒരു മടിയും വിചാരിക്കരുത്. കാരണം വലിയ സ്വപ്നങ്ങളാണ് വലിയ മാറ്റങ്ങൾക്ക് എപ്പോഴും തുടക്കമിടുന്നത്. ശരി, ഇത്രയും നേരം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ? ഇനി വെറുതെ കേട്ടിരുന്നാൽ പോരാ, പ്രവർത്തിക്കാനുള്ള സമയമാണ്. യെസ്, യോർ ചാലഞ്ച് സ്റ്റാർട്ട്സ് നൗ. നിങ്ങൾക്കിപ്പോൾ തന്നെ തുടങ്ങാൻ കഴിയുന്ന 2 ചെറിയ ആക്ടിവിറ്റികൾ ഞാൻ തരാൻ പോവാണ്. ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ചാലഞ്ച്, സ്പോട്ട് ആൻഡ് ഫ്ലിപ്പ്. വെറും 5 മിനിറ്റ് മതി ഇത് ചെയ്യാൻ. സ്റ്റെപ്പ് 1, നിങ്ങളുടെ ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു ചെറിയ പ്രശ്നം കണ്ടെത്തുക. ഉദാഹരണത്തിന്, ക്ലാസ്സിലെ വേസ്റ്റ് ബിൻ എപ്പോഴും നിറഞ്ഞിരിക്കുന്നത്. സ്റ്റെപ്പ് 2, ആ പ്രശ്നത്തെ തല തിരിച്ചിടുക, അതായത് ഫ്ലിപ്പ് ചെയ്യുക. ഈ വേസ്റ്റ് ബിൻ എപ്പോഴും കാലിയായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ചിന്തിക്കുക. സ്റ്റെപ്പ് 3, ആ ഫ്ലിപ്പ് ചെയ്ത ഐഡിയ
അതായത് നിങ്ങളുടെ പുതിയ ആശയം ഒരു സുഹൃത്തിനോട് പറയുക. കഴിഞ്ഞു, ഒരു ചേഞ്ച് മേക്കറുടെ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ വെച്ചു കഴിഞ്ഞു. ആദ്യത്തെ ചാലഞ്ച് ഈസി ആയിരുന്നല്ലേ? എങ്കിൽ ഇതാ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ രണ്ടാമത്തെ ചാലഞ്ച്, ദി ചേഞ്ച് മേക്കിംഗ് ചാലഞ്ച്. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഒരു ഗ്ലോബൽ ചാലഞ്ച് തെരഞ്ഞെടുക്കുക. അത് ക്ലൈമറ്റ് ചേഞ്ചോ മെന്റൽ ഹെൽത്തോ എന്തുമാകാം. അതിനെ ഒരു UN SDGയുമായി കണക്ട് ചെയ്യുക. അതിന് ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷൻ ബ്രെയിൻസ്റ്റോം ചെയ്യുക. എന്നിട്ട് ഏറ്റവും പ്രധാനമായി ചുരുങ്ങിയത് 10 ആളുകളോട് ഈ ഐഡിയയെപ്പറ്റി സംസാരിച്ച് ഫീഡ്ബാക്ക് വാങ്ങുക. നിങ്ങളുടെ റിസൾട്ട് മറ്റുള്ളവരുമായി പങ്കുവെച്ച് അവരെയും ഇൻസ്പയർ ചെയ്യുക. ഈ ചാലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ റെഡിയാണോ? അപ്പോൾ നിങ്ങൾ അടുത്ത തവണ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ സ്വയം ഈ ഒരൊറ്റ ചോദ്യം ചോദിക്കുക: ഞാൻ നിർമ്മിച്ചതുകൊണ്ട് ആരുടെ ജീവിതമാണ് മെച്ചപ്പെട്ടത്? ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് നിങ്ങളുടെ യഥാർത്ഥ വിജയം ഒളിഞ്ഞിരിക്കുന്നത്. വലുതായി സ്വപ്നം കാണുക, ചെറുതായി തുടങ്ങുക, പക്ഷേ ഏറ്റവും പ്രധാനമായി യഥാർത്ഥത്തിൽ ഒരു സ്വാധീനമുണ്ടാക്കുക. കാരണം ഈ ലോകം നിങ്ങളുടെ ആശയങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്.